ഇന്നങ്ങനെ വലിയ റെസിപ്പിയൊന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു പാവം ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാവം എന്ന് പറഞ്ഞെന്ന് കരുതി ആളത്ര നിസ്സാരക്കാരനൊന്നുമല്ല. സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രീൻ ദോശയാണ്. ചെറുപയറും പാലക് ചീരയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ദോശ. ആന്ധ്രയിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഒരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്ന് ഇതിൻ്റെ ഒതൻറ്റിക് സ്റ്റൈലൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്. സാധാരണ ചെറുപയർ മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ചെറുപയറിൻ്റെ കൂടെ പാലക് ചീരയോ ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് ചെറുപയറും 1/4 കപ്പ് പച്ചരിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്ത് വയ്ക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നാലും മതി. പിന്നെ പാലക് ചീര വേണം. ഞാനൊരു 6 ഇലയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് തണ്ടോടുകൂടി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം ഉണ്ടാവും. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഒരു ചെറിയ എരിവ് ഉണ്ടാവും ഈ ദോശയ്ക്ക്. പിന്നെ വെളുത്തുള്ളിയുടെ ഒരു ചെറിയ അല്ലി എടുത്തിട്ടുണ്ട്. 3 ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോഴത്തെ അരിയും ചെറുപയറും ഞാനൊരു 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക് ചീരയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. സാധാരണ ദോശമാവിനൊക്കെ അരക്കുന്ന ഒരു പരുവത്തിൽ തന്നെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ മാവ് അരക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായമാണ്. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ദോശമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ ഇത് ചുട്ടെടുക്കാം. ദോശയൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ ഒന്ന് ചെറുതായിട്ട് തൂത്ത് കൊടുക്കുക. ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ദേ നമ്മുടെ ദോശ നല്ല പാകത്തിന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ദോശകളും ചുട്ടെടുക്കുക. പിന്നെ നമ്മുടെ ഈ ചെറുപയർ ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ചെറുപയറിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറുപയറും അരിയും ഒരേ അളവിലെടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അതാകുമ്പോൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ പാലക് ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ ചട്നിയുടെ കൂടെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ ആയാലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.